ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ട്. ആ ടോപ്പിക് എടുത്തിട്ട് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ആ ടോപ്പിക്ക് എപ്പോൾ എടുത്തിട്ടാലും എൻ്റെ പാർട്ട്ണറിൻ്റെ ഇടയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കാണ്. ഈ കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഈ പല്ലുവേദന വന്നെന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പോകുന്ന കേട്ടിട്ടില്ലേ? ചിലർക്ക് വന്നിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരിക്കും. അയ്യോ, റൂട്ട് കനാൽ ചെയ്യാൻ പേടിയാണോ, വേദനിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ റൂട്ട് കനാൽ ചെയ്യാൻ മാത്രം പാകത്തിന് നിങ്ങളുടെ പല്ല് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ നല്ലോണം പെയിൻ അനുഭവിച്ചുകൊണ്ടാണ് ആ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവം പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഏകദേശം ഇത് സിമിലർ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അത്രയും പെയിൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. ആ പ്രശ്നം അവർക്ക് പോയി പറഞ്ഞിട്ട് കുട്ടി കോൺഫ്ലിക്റ്റ് ഉണ്ടായാലോ ചെറിയ വാക്കുതർക്കം ഉണ്ടായാലോ വിഷയമല്ല. നിങ്ങളുടെ ഇപ്പം മൈൻഡിലുള്ള ആ ഒരു പെയിനേക്കാളും എത്രയോ ബെറ്റർ ആണ് അവിടെ അടിയുണ്ടാക്കിയിട്ട് കാര്യം പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നത്. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ ശീലിക്കുക. ചെറിയ കുട്ടി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നേക്കാം, അതിൽ വന്നിട്ട് വാക്കുതർക്കം ഉണ്ടായേക്കാം. പക്ഷേ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക്, അതും നിങ്ങളുടെ പാർട്ട്ണറിന് അത് മനസ്സിലാകും. ഇല്ലാതെ ആ ടോപ്പിക്ക് സംസാരിക്കാനുള്ള കോൺവെർസേഷനെ നിങ്ങൾ പേടിച്ചിരുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിലിരുന്ന് വിങ്ങിയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള വലിയൊരു കാരണം അത് തന്നെയായിരിക്കും. സോ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓപ്പണായി പറഞ്ഞേക്കുക. സൊല്യൂഷൻ ക്രിയേറ്റ് ആവും. ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. അത് നിങ്ങളുടെ പാർട്ട്ണറല്ല. നിങ്ങളെ മനസ്സിലാക്കാതെ വേറെ ആരും മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്നത് മനസ്സിലാവും. കീപ് യുവർ സ്മൈൽ, യുവർ സ്മൈൽ. താങ്ക് യു.